ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചോളം ഈ 2 വർഷം വളരെ മനോഹരമായിരുന്നു. കാരണം 5 ട്രോഫികളാണ് ഇന്ത്യയെ തേടിയെത്തിയത്. അതിൽ മലയാളികൾക്ക് ഇരട്ടി മധുരമുണ്ട്. കാരണം 2 മലയാളികൾ വഴി 2 ട്രോഫികൾ, 2 ലോകകപ്പുകൾ ഇന്ത്യയെ തേടിയെത്തിയിരിക്കുന്നു. അതിലൊരാളിൽ ആറോൺ ജോർജ് നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. ലോകകപ്പ് നേടുക എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടിക്കാലം തൊട്ടുള്ള ആഗ്രഹമായിരിക്കും. അതിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞു, മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. എന്താണ് തോന്നുന്നത്? ഒബ്വിയസ്ലി ഒത്തിരി ഹാപ്പി ഫീലിംഗ് ആണ്. കൺട്രീനെ റീപ്രസെൻറ്റ് ചെയ്തു ഇത്രയും വലിയ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റി. അതിന് ഒത്തിരി ഗ്രേറ്റ്ഫുൾ ആണ് എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടി. ആൻഡ് ഒത്തിരി ഹാപ്പി ഫീലിംഗ് ആണ്. ശരിക്കും പറഞ്ഞാൽ സഞ്ജുഭായിയുടെ ഒരു ക്രൂഷ്യൽ ഗെയിമിലായിരുന്നു സഞ്ജുഭായി കളിക്കുന്നത്. അതേപോലെ തന്നെയായിരുന്നു ആരോണിൻ്റെ ഇന്നിങ്സ് എന്ന് പറയുന്നത്. കാരണം ആ സെമിയിൽ ആ ഒരു സെഞ്ചുറി, അതില്ലെങ്കിൽ നമ്മൾ വലിയ ബുദ്ധിമുട്ടായി പോയേ. അപ്പോൾ ആ ഒരു ക്രൂഷ്യൽ ഗെയിമിൽ ഒരു പക്ഷേ അതിന് തൊട്ടുമുമ്പുള്ള മത്സരങ്ങളിൽ വിചാരിച്ച ഒരു റണ്ണ് നമുക്ക് കിട്ടിയില്ല, വിചാരിച്ച റണ്ണിലേക്ക് എത്തിയില്ല. പക്ഷേ ഇത് വളരെ മനോഹര ഇന്നിങ്സ്, ആ സെഞ്ചുറി നേടാൻ കഴിഞ്ഞു. ആ സമയത്തൊരു ഫീലിംഗ് എന്തായിരുന്നു? ഒബ്വിയസ്ലി പ്രഷർ കാണും. 3 മാച്ച് റണ്ണ് കിട്ടിയില്ല. ആൻഡ് നെക്സ്റ്റ് മാച്ച് കളിക്കുന്ന ഒത്തിരി ക്രൂഷ്യലായിരുന്നു. ആ മാച്ചിലും 300 ചേസ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ മാച്ചിൽ ഒരു ബാറ്റ്സ്മാൻ ആ ഗെയിമിനെ ഡീപ്പായിട്ട് എടുത്തുകൊണ്ട് പോയി ചേസ് ഫിനിഷ് ചെയ്യുന്ന സെറ്റ് ആയിട്ട് ഒത്തിരി ഇമ്പോർട്ടൻ്റാണ്. അപ്പം ആ റോൾ എനിക്ക് കിട്ടി. ആൻഡ് എനിക്ക് അത് പെർഫെക്ഷന് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ഒത്തിരി പ്രൗഡാണ് ഞാൻ അത് ചെയ്യാൻ പറ്റിയ. എക്സലൻറ്റ് ഫീലിംഗ് ആണ്. ആ സമയത്ത് ഭയങ്കര പ്രഷർ ഉണ്ടാവില്ലേ സ്വാഭാവികമായിട്ടും? അതെ, ആ ടൈമിൽ ഒത്തിരി പ്രഷറുണ്ട്. ബിക്കോസ് കൺട്രിക്ക് വേണ്ടി ഇത്രയും വലിയ സെമീസ് വരെ എത്തി. അപ്പം അവിടം വരെ എത്തി കഴിഞ്ഞിട്ട് ആ ഫ്യൂ എക്സ്ട്രാ സ്റ്റെപ്സ് നമ്മൾ ചെയ്യുന്നത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ഒബ്വിയസ്ലി ഒത്തിരി ഹാപ്പിയാണ്. എങ്ങനെയായിരുന്നു ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോയിരുന്നത്? എങ്ങനെയും ജയിപ്പിക്കണം എന്നുള്ളൊരു തോന്നലായിരുന്നു? അതെ, 100%. ബാറ്റ് പിടിച്ച ഉടനെ ജയിപ്പിക്കണം എന്നാണ് കളിക്കുന്നത് എല്ലാ മാച്ച് ആണെങ്കിലും. അപ്പം ആ ടൈമിൽ എൻ്റെ സ്ട്രെങ്ത്ത് ഞാൻ എന്താണെന്ന് അറിഞ്ഞു. ആൻഡ് അതിനെ ബാക്ക് ചെയ്ത് കളിച്ചുകൊണ്ടിരുന്നു ഫ്രീ ആയിട്ട്. അതിനുശേഷം നമ്മൾ ഫൈനലിലേക്ക് എത്തിയപ്പോൾ വലിയൊരു സ്കോർ, 400+ എന്നൊരു സ്കോറിലേക്ക്, മാത്രമേ ആ സ്കോറിലേക്ക് എത്തി. അപ്പോൾ മൊത്തത്തിൽ ആ സമയത്ത് ബോൾ ചെയ്യാൻ ഇറങ്ങുമ്പോൾ തന്നെ ഒരു വിക്ടറി മുമ്പിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ എങ്ങനെയായിരുന്നു ഒരു ഫൈനലിലെ ഒരു വിന്നിങ് മൊമെൻറ്റും അതിനുശേഷം ആ ഒരു ഗെയിമൊക്കെ എങ്ങനെയായിരുന്നു? ഓണസ്റ്റായിട്ട് ബോളിങ്ങിൽ നമ്മൾ പോയപ്പോൾ മൈൻഡ് സെറ്റ് ഇങ്ങനെയായിരുന്നു. 400 ഉണ്ടെന്ന് വിചാരിച്ച് ബോളിംഗ് ഇടാൻ പറ്റത്തില്ല. കുറച്ച് റൺ ഉണ്ട് അങ്ങനെ വിചാരിച്ചാൽ ബോളിംഗ് ഇടേണ്ടത്. അപ്പം ബോളിങ്ങിൻ്റെ സമയത്ത് നമ്മൾ അതേ ഫോക്കസ് എല്ലാ മാച്ച് വെക്കുന്ന പോലെ അങ്ങനെ തന്നെ ഫോക്കസ് ചെയ്താൽ കളിച്ചത്. ആൻഡ് ജയിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ക്യാച്ചൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ട് ഒബ്വിയസ്ലി ആ ഫീലിംഗ് സിങ്ക് ചെയ്യാൻ ഒരു സമയം എടുക്കും. വേൾഡ് ചാമ്പ്യൻസ് ആണ് നമ്മൾ ആ മൂമെൻറ്റിൽ. അത് സിങ്ക് ചെയ്യാൻ സമയം എടുത്തു. ആൻഡ് ഇനി ദാറ്റ്സ് ദ ബെസ്റ്റ് ആർക്കെങ്കിലും ചോദിക്കാൻ പറ്റുക ആ മൂമെൻറ്റ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു കുഞ്ഞാളിൽ ഉണ്ടാവും ഒരു ക്രിക്കറ്റ് കളിക്കാരനാവും അല്ലെങ്കിൽ ക്രിക്കറ്റ് ഫാൻ എന്ന നിലയ്ക്ക് ഈ ട്രോഫി ഒന്ന് പിടിക്കുക എന്നുള്ളത്. അപ്പോൾ അത് വിജയിച്ച് പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വേൾഡ് കപ്പ് ട്രോഫി. അപ്പോൾ അതെങ്ങനെയായിരുന്നു ആ ഒരു ട്രോഫി കയ്യിലേക്ക് കിട്ടുമ്പോൾ മോമെൻറ്റ്? ആ ട്രോഫി പിടിക്കുന്ന ആശ എപ്പോഴും നമ്മൾ കാണും ക്രിക്കറ്റ് കളിക്കുമ്പോൾ. റൈറ്റ് ഫ്രം ബിക്കോസ് എല്ലാ ദിവസം പ്രാക്ടീസ് ചെയ്യുക, നമുക്ക് ഏതോ ഒരു ഡെസ്റ്റിനേഷന് വേണ്ടിയാണ്. ആൻഡ് നമുക്ക് ഹങ്കർ ഉണ്ടായിരുന്നു ആ ട്രോഫി പിടിക്കണം എന്ന്. അപ്പോൾ ആ ട്രോഫി പിടിച്ച് കഴിഞ്ഞിട്ട് സാധിച്ചോ ഇതെല്ലാം പറ്റിയോ നമ്മളെ കൊണ്ടെന്ന് വെച്ചാൽ 100% ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആയിരുന്നു. അതിനുശേഷം അത് ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മൾ മത്സരിച്ചു, കളിച്ചു, അതിനുശേഷമുള്ള ഒരു വിന്നിങ്ങിന് ശേഷം ആളുകളിലേക്ക് ഇറങ്ങുമ്പോൾ അപ്രിസിയേഷനും അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് എത്തുമ്പോൾ അതെങ്ങനെയായിരുന്നു? ശരിക്കും ലൈഫിലൊരു പുതിയ എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നില്ല അത്? അതെ, ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി എ ന്യൂ എക്സ്പീരിയൻസ്. എല്ലാവർക്കും ആരാണ് അറിയാം, എല്ലാവരും സംസാരിക്കുക, കൺഗ്രാജുലേറ്റ് ചെയ്യുക. അത് ഡെഫിനറ്റ്ലി ഗ്രേറ്റ് ഫീലിംഗ് ആണ്. പക്ഷേ നത്തിങ് ക്ലോസ് ടു ആ ഫീലിംഗ്, ജയിക്കുന്ന ഫീലിംഗ് പോലെ അല്ലായിരുന്നു. ബട്ട് വെരി താങ്ക്ഫുൾ ആര് സപ്പോർട്ട് ചെയ്യുന്നു എല്ലാവരും. ലവ് കാണിച്ചു ഫ്രം കേരള. സോ വെരി താങ്ക്ഫുൾ അതിന്. നമൻ അവാർഡ്സിന് പോയിരുന്നു അതിനുശേഷം, ഒരു BCCIയുടെ അനുമോദനം ഉണ്ടായിരുന്നു അതിനുശേഷം. അപ്പോൾ ആ സമയത്ത് സീനിയർ ആയിട്ടുള്ള ഒരുപാട് താരങ്ങളെ കണ്ടു. അപ്പോൾ അവരെയൊക്കെ എന്തായിരുന്നു അവർ സംസാരിച്ചു? അവരെന്തൊക്കെ എന്തായിരുന്നു വിന്നിംഗ് മൊമെന്റിന് ശേഷം നമ്മളോട് പറഞ്ഞിരുന്നത്? സീനിയർ പ്ലേയേഴ്സോട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി. അത് ആക്ച്വലി ഒത്തിരി വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ എമർജിങ് പ്ലെയേഴ്സിന് നല്ല ടിപ്സ് ചോദിക്കാൻ പറ്റും, സിറ്റുവേഷൻസ് ഹാൻഡിൽ എങ്ങനെ ചെയ്യണമെന്ന് ചോദിക്കാൻ പറ്റും. അപ്പം നല്ല എൻകറേജ്മെൻ്റ് ആയിരുന്നു. എല്ലാവരെയും കണ്ടു, സഞ്ജു ചേട്ടനെ കണ്ടു, സംസാരിക്കാൻ പറ്റി അവരോട്. അപ്പം ഇത് ഓൾവേസ് ട്രഷേർഡ് മൂമെൻറ്റ്സ് ആണ്. നമുക്ക് ഒത്തിരി പഠിക്കാൻ അവസരം കിട്ടുന്ന ചാൻസ് ഇതൊക്കെ. സഞ്ജു ചേട്ടനൊക്കെ എന്ത് പറഞ്ഞു? ഒരു ഇന്നിങ്സിനെ കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു? ഇന്നിങ്സിനെ കുറിച്ച് പെർട്ടിക്കുലറായിട്ട് സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ കൺഗ്രാജുലേറ്റ് ചെയ്തായിരുന്നു, അടിപൊളിയായിട്ട് കളിച്ചെന്ന് പറഞ്ഞു. അപ്പം അതിന് ഒത്തിരി സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ശരിക്കും എല്ലാ ഫാൻസിനോടും ചോദിക്കാം, ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടാവും സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു ക്രിക്കറ്റ്. അപ്പോൾ ആരായിരുന്നു ശരിക്കും ഒരു പ്രചോദനമായിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഒരു താരമുണ്ടോ? എനിക്ക് സഞ്ജു ചേട്ടൻ്റെ കൂടെ കണ്ട് സംസാരിച്ചപ്പോൾ ഒത്തിരി ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. ഒത്തിരി സിമ്പിളായിട്ട് തോന്നി. പക്ഷേ ടാലൻറ്റിന് ബൗണ്ട്സ് ഇല്ല സഞ്ജു ചേട്ടൻ്റെ. അറ്റ് ദ സെയിം ടൈം ആ ടീമിൽ എല്ലാവരും, ബിക്കോസ് ആ 11 കളിക്കുന്ന ജോക്കല്ല ഇത്രയും പോപ്പുലേഷനുള്ള കൺട്രിയിൽ. അപ്പം എല്ലാവരും സ്പെഷ്യൽ ആ ടീമിൽ. എല്ലാവർക്കും അവരുടെ സ്പെഷ്യൽ ക്വാളിറ്റീസ് ഉണ്ട്. അപ്പം ഒരു പ്ലെയറിനെ അങ്ങനെ പിക്ക് ചെയ്യാനില്ല, എല്ലാവരും ഇൻസ്പിറേഷൻ പോലെ തന്നെ.
ശരിക്കും പറഞ്ഞാൽ കൂടെ സ്കോഡിലുള്ള അണ്ടർ 19 സ്കോഡിലുള്ള ടീമുകൾ ആയുഷ ആയിക്കോട്ടെ, സൂര്യവംശി ആയിക്കോട്ടെ, ഒരു ഭയങ്കര ടാലൻ്റ് ആയിട്ടുള്ള ഒരു ബഞ്ച് ഓഫ് ടാലൻസ് ഉള്ള ഒരു അണ്ടർ 19 ടീം തന്നെയായിരുന്നു. അപ്പോൾ അവരോടൊപ്പം ഉള്ള എക്സ്പീരിയൻസ്, അവരോടൊപ്പം ഉള്ള ഗെയിം, അതൊക്കെ എങ്ങനെയായിരുന്നു? എല്ലാവർക്കും എന്തൊക്കെയോ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കാണും, അവരുടെ ഐഡിയാസ് കാണും, അവരുടെ ക്രിയേറ്റിവിറ്റി കാണും എല്ലാവർക്കും. അപ്പം അവരുടെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഗെയിംസ് ജയിക്കുന്ന ഇന്ത്യക്ക് വേണ്ടി അത് ഒത്തിരി സാറ്റിസ്ഫൈങ് ആണ്. ബിക്കോസ് നമ്മളെല്ലാവരും നമ്മുടെ ഓൺ ക്വാളിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. കൂട്ട് കളിക്കുമ്പോൾ അത്രയും ഒരു സ്ട്രോങ് യൂണിറ്റായി വന്നു. ആൻഡ് അങ്ങനത്തെ യൂണിറ്റിന് കളിക്കാൻ പറ്റിയ ചാൻസ് കിട്ടാനും ഒത്തിരി പ്രൗഡ് ആയിട്ടുള്ള ഫീലിംഗ് എനിക്ക്. തുടർച്ചയായിട്ട് കുറേ അണ്ടർ 19 നല്ല ഗെയിമുകൾ കളിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഒരു പക്ഷേ ഇതുവരെ കളിച്ചതിൽ ഏറ്റവും നല്ലൊരു ഗെയിം, മൊമെൻറ്റിൽ മൈൻഡിൽ നിൽക്കുന്ന ഗെയിം അല്ലെങ്കിൽ ഒരു ഇന്നിങ്സ് ഏതാണെന്ന് ചോദിച്ചാൽ അത് പറയാൻ കഴിയാം? എൻ്റെ പേഴ്സണൽ ഇന്നിങ് ആണെങ്കിൽ സെമി ഫൈനൽ ഒബ്വിയസ്ലി എനിക്ക് സ്പെഷ്യൽ പ്ലേസ് ഹോൾഡ് ചെയ്യുന്ന എൻ്റെ ഹാർട്ടിൽ. ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഗെയിം എന്ന് പറയാൻ എനിക്ക് ഫൈനലായിരുന്നു. ബിക്കോസ് നമുക്കറിയാമായിരുന്നു ഇംഗ്ലണ്ട് എത്ര നല്ല സൈഡാണ്. ആൻഡ് അവരുടെ കൂടെ ജയിക്കണമെങ്കിൽ ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ വലിയ സ്കോർ വേണം ബോർഡിൽ. ആൻഡ് വൈഭവ് കളിച്ച ഫൈനൽ ഇന്നിങ് എല്ലാം ബാറ്റ്സ്മാൻ ആ ഇൻറ്റൻറ്റും വെച്ച് കളിച്ചു, ജയിക്കും എന്താണെങ്കിലും. അത് കാണാൻ ഒത്തിരി സ്പെഷ്യൽ മൂമെൻ്റ് ആയിരുന്നു. എനിക്ക് ആ മാച്ച് ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ ഇവൻറ്റ് അത് നോക്കാൻ വി ആർ ഓൾ എ പാർട്ട് ഓഫ് ഇറ്റ്. അപ്പം ആ ഇൻറ്റൻറ്റും വെച്ച് കളിച്ചതിന് ഐ തിങ്ക് ഹാറ്റ്സ് ഓഫ് മൊത്തം ടീമിന്. അടുത്ത ഒരു 2 മത്സരങ്ങൾ കളിക്കാൻ അവസരം കിട്ടിയിരുന്നില്ല. അപ്പോൾ അടുത്ത മത്സരത്തിൽ ഇറങ്ങാൻ കഴിയും അങ്ങനെ ഒരു ആകാംക്ഷ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നില്ലേ? സഞ്ജുവും അങ്ങനെ തന്നെയായിരുന്നു, പെട്ടെന്ന് ഒരു മത്സരത്തിലേക്ക് വരുന്നു, പിന്നീട് ഒരു ഗെയിം വിന്നിംഗ് ഇന്നിങ്സ് കളിക്കുമായിരുന്നു. ഏകദേശം അതേപോലെ തന്നെയായിരുന്നു അറൗണ്ട് ഇന്നിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരുന്നു ആ സമയത്ത് പുറത്ത് ഡഗൗട്ടിലേക്ക് ഇരിക്കുമ്പോഴൊരു തോന്നലേ? എനിക്ക് ആക്ച്വലി ടെന്നീസ് എൽബോ ഇഞ്ചുറി വന്നായിരുന്നു ആഫ്റ്റർ സൗത്ത് ആഫ്രിക്ക സീരീസ് കഴിഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കാൻ എനിക്ക് ഐഡിയ ഉണ്ടായിരുന്നു 2 മാച്ച് എടുക്കും ആയിരിക്കും ഞാൻ ഫിറ്റ് ആവാൻ. ഫിസിയോസ് എൻ്റെ ടീമിൻ്റെ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തു. ഞാൻ എന്തായാലും കളിക്കണം 3ാമത്തെ മാച്ചിന് പറഞ്ഞ് ഒത്തിരി വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പം ആ ടൈമിലും എൻ്റെ മെൻ്റൽ പ്രിപ്പറേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു. മാച്ച് കളിക്കുന്ന പോലെ തന്നെ രാത്രിയിൽ ഉറക്കോ എന്താണെങ്കിലും പ്രിപ്പറേഷൻ സെയിം ആയിരുന്നു കളിക്കുന്ന പോലെ തന്നെ. അപ്പം അത് ആ മെൻ്റൽ പ്രിപ്പറേഷൻ ഒത്തിരി ഹെൽപ്പാവും. ആ സിറ്റുവേഷൻ സഡൻലി ബാറ്റിംഗ് ചെയ്യാൻ വന്നപ്പോൾ എന്തോ ചെയ്യണമെന്ന് എൻ്റെ സ്ട്രെങ്ത് ഉണ്ടോന്ന്, അതൊക്കെ മെൻ്റൽ പ്രിപ്പറേഷൻ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഞാൻ വെളിയിലിരിക്കുമ്പോൾ. ശരിക്കും ഈ ഫാമിലിയുടെ ഒരു സപ്പോർട്ടും വളരെ ഇതാണല്ലോ. ശരി, ചെറുപ്പം തൊട്ടേ ക്രിക്കറ്റിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഫാമിലിയുടെ ഒരു സപ്പോർട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ക്രിക്കറ്റിലേക്കുള്ള വരവ്, ഫാമിലിയുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് ഈ കാര്യത്തിലേക്ക്? അപ്പോൾ ഓൾറെഡി ഒരു ലെവൽ വരെ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആസ് എ കിഡ് കളിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പയ്ക്ക് ഒത്തിരി ഇൻട്രസ്റ്റ് ആയിരുന്നു. ആൻഡ് പറഞ്ഞു ക്രിക്കറ്റിൽ സ്കില്ലുണ്ട്, ടാലൻ്റ് ഉണ്ട്, കളിക്കണം. അങ്ങനെ സ്റ്റാർട്ടായി. ആൻഡ് അമ്മ ഓൾവേസ് ബിഹൈൻഡ് ദ സീൻ സപ്പോർട്ടാണ്. മാച്ച് ഉണ്ടെങ്കിലും രാവിലെ ആയിട്ട് ഫുഡ് ഉണ്ടാക്കുന്നത്, എന്നെ പഠിപ്പിക്കുന്നത് എല്ലാം അമ്മ ബിഹൈൻഡ് ദ സീൻ ചെയ്തുകൊണ്ടിരുന്നു ഫോർ എ ലോങ് ടൈം. അപ്പം അതുകൊണ്ട് ഒത്തിരി എല്ലാവരും പാട്ടാണ്. അവരുടെ ഒത്തിരി ചെയ്യുന്നുണ്ട് ഞാൻ പേരൻസിന്. എന്തോ അച്ചീവ്മെൻ്റ് ഉണ്ടെങ്കിലും അവർ ഒത്തിരി സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. സോ ഐ കുഡൻറ്റ് ബി ഹാപ്പിയർ അവരുടെ ലൈഫിലുണ്ട്. പാരൻസും നല്ലൊരു സപ്പോർട്ടായിരുന്നു. ഒത്തിരി അപ്പച്ചമ്മ എപ്പോഴും അവൈലബിൾ ആണ്. എനിക്ക് എന്താ ആവശ്യം ഉണ്ടെങ്കിലും വിത്തിൻ ഒരു ഫോൺ കോൾ ചെയ്താൽ മതി, എന്താ ആവശ്യം ഉണ്ടെങ്കിലും. കൂടെ വരുന്നവരായിരുന്നു എൻ്റെ ലോക്കൽ ലീഗ് മാച്ച് ആക്കുമ്പോൾ അപ്പച്ച ഓൾവേസ് ഇൻ ടൗൺ ആണ്. ഞാനും അപ്പച്ച നമ്മൾ പോകായിരുന്നു ലോങ് ജേർണിയിൽ മാച്ചിന് വേണ്ടി. അപ്പം ആ കൂട്ടി കിട്ടുന്ന ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആസ് എ പ്ലെയർ എൻ്റെ ഫീൽ. അപ്പം താങ്ക്ഫുൾ ആണ് ഇങ്ങനെ ഒരു ഫാമിലി കിട്ടി സപ്പോർട്ടീവായിട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്രിക്കറ്റ് ഫാൻസിനെ സംബന്ധിച്ചോളം ഒരു മൊമെൻറ്റ് ഭയങ്കര രസം. കുറേ മത്സരങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നു. അടുത്തത് IPL കൂടി വരാൻ പോവുകയാണ്. ഇന്ത്യയിലെ ബിഗ് ക്രിക്കറ്റ് ലീഗ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആഘോഷം തന്നെയാണ് IPL. അപ്പോൾ ഏത് IPL ഏതെങ്കിലും പ്രത്യേകമായി ടീമിനോട് താല്പര്യമുണ്ടോ? അങ്ങനെ പ്രത്യേക ടീം അങ്ങനെയുണ്ടോ തവണ? IPL എന്ന് പറഞ്ഞത് ഓൾറെഡി അത്രയും വലിയ പ്ലാറ്റ്ഫോമാണ്. ഒരു ടീമിനെ പോയിന്റ് ഔട്ട് ചെയ്യാൻ അത് അൺഫെയർ ആണ് ടു ബി ഓണസ്റ്റ്. ആ പ്ലാറ്റ്ഫോമിൽ ഏത് ടീം കിട്ടിയാലും ഫോർ എവർ ഗ്രേറ്റ്ഫുൾ ആയിരിക്കും, താങ്ക്ഫുൾ ആയിരിക്കും. ആ ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റണം. അതിന് ഞാൻ പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ട്. അത് കോൺസ്റ്റൻ്റ്. ഒരു ടീമിൽ കളിക്കാൻ ആഗ്രഹം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു ടീം പറയാൻ ഒത്തിരി വിഷമം. എനിക്ക് ഏത് ടീം കിട്ടിയാലും വലിയ കാര്യമാണ്. ആൻഡ് ബിഗ് അച്ചീവ്മെൻ്റ് ആയിരിക്കും. അതിൽ ചൂസ് ചെയ്യാനൊരു കാര്യമില്ല. സോ ഏത് ടീമാണെങ്കിലും മോർ ദാൻ ഹാപ്പിയാണ്. അടക്കമുള്ള വളരെ സീനിയർ ആയിട്ടുള്ള ടീം എല്ലാവരും കളിക്കുന്ന ഒരു മാച്ച് ആണല്ലോ അല്ലേ? ശരിക്കും പറഞ്ഞാൽ അവരോടൊപ്പം കളിക്കാൻ കിട്ടുന്ന ഒരു വളരെ അവസരമാണ്. ഇന്ത്യൻ ടീമിലാണെങ്കിൽ പോലും അങ്ങനെ ചാൻസ് കിട്ടണമെന്നില്ല. എല്ലാ ടീമിലും അവിടെ സ്റ്റാർസ് കാണും, സീനിയർ പ്ലെയേഴ്സ് കാണും. അപ്പം അവർക്ക് ഒത്തിരി നോളജ് ഷെയർ ചെയ്യാൻ കാണും. അത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. പേഴ്സണാലിറ്റീസിലൂടെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. IPL പോലുള്ള സ്റ്റേജിൽ ആസ് എ പ്ലെയർ ഗ്രോ ആകാൻ പറ്റും. ആൻഡ് ആ ഓപ്പർച്യൂണിറ്റി എനിക്ക് തോന്നുന്നത് ഏത് ടീമിൽ കളിച്ചാലും കിട്ടും ആ ഓപ്പർച്യൂണിറ്റി. അണ്ടർ 19 ഇനിയൊരു ലോകകപ്പ് കളിക്കാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു വിഷമമാണ്. അല്ലെങ്കിൽ ഒരു ലോകകപ്പ് കളിച്ചു, അത് ജയിക്കുകയും ചെയ്തു. അപ്പോൾ എന്താണ് അങ്ങനെ അതൊരു തോന്നൽ? എങ്ങനെ ആ ഒരു ടീമിൻ്റെ സ്കോഡ് നമ്മൾ വിടുന്നു എന്നുള്ള ഒരു തോന്നലുണ്ടല്ലോ ശരിക്കും? ആക്ച്വലി അത്രയും നല്ല ടീം കിട്ടി നമുക്ക്. അതിന് നമ്മൾ ഒത്തിരി ഫോർച്ചുനേറ്റ് ആയിരിക്കണം. ഒരു അറ്റംപ്റ്റേ ഉള്ളൂ, അതിൽ ഇത്രയും സോളിഡായിട്ട് ടീം കിട്ടി. അതിൽ BCCIക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട്. അവർ ഒത്തിരി സപ്പോർട്ട് ചെയ്ത് നമ്മളുടെ പ്ലെയേഴ്സിന് ഒത്തിരി എക്സ്പോജർ തന്നിട്ടുണ്ട്. ഓബ്വിയസ്ലി വിഷമമുണ്ട് 19 പിറ്റേം കളിക്കാൻ പറ്റില്ല. പക്ഷേ
എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. ലുക്കിംഗ് ഫോർവേഡ് ടു സീനിയർ ക്രിക്കറ്റ് വരാൻ പോവാ. അതിന് എനിക്ക് എൻ്റെ ഓൺ പ്രിപ്പറേഷൻ ചെയ്യാനുണ്ട്, ഓൺ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യുക, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും. എല്ലാവരും ഒരു ഇന്ത്യൻ ജേഴ്സിയിൽ അണ്ടർ-19 എന്നല്ലാതെ ഇന്ത്യൻ ജേഴ്സിയിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. ഉടൻ തന്നെ കാണാൻ കഴിയുന്ന ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയല്ലേ പ്രതീക്ഷ? അതെ അതെ, ഡെഫിനറ്റ്ലി. താങ്ക് യു സോ മച്ച്. എല്ലാവരുടെയും സപ്പോർട്ടും പ്രേയേഴ്സ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി പോസിബിൾ. നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ.